പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും അതിയായ മൂത്രശങ്ക. കാരണം കുറേ നേരമായി ഇറങ്ങിയിട്ട് മൂത്രം ഒഴിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു പുള്ളിയെ അവിടെ എവിടെയോ കണ്ടുമുട്ടി. പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ അടുത്തൊരു സംഭവമുണ്ട്, യൂറിനൽ ഉണ്ടെന്ന് പറഞ്ഞു. യൂറിനൽ എന്ന് പറഞ്ഞാൽ ഈ മൂത്രം ഒഴിക്കാനും അത്യാവശ്യം മറ്റേ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് അയാൾ കാണിച്ചെന്ന ഡയറക്ഷനിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്നാണെന്നറിയോ, മൂത്രം ഒഴിക്കാനായിട്ട് നമ്മൾ കയറുന്ന ആ സാധനത്തിനകത്ത് പുതപ്പും തലവണയും മെത്തയും കൂടെ ഉണ്ടാകും, നമുക്ക് കൂളായിട്ട് കിടന്ന് ഉറങ്ങാം. അതുപോലെ ലക്ഷൂറിയസ്. നമ്മൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലും അതിൻ്റെ അടുത്ത് മാറാം. മൂത്രപ്പുരയാന്ന് ഓർക്കണം പോളണ്ടില്ലേ. അതിനകത്തെ സെറ്റപ്പ് സാധനം, അതിനകത്തൊരു തരി വെള്ളമില്ല, വളരെ നീറ്റ് ആൻഡ് റെഡി, എല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ചില മരങ്ങളുടെയൊക്കെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. ഭയങ്കര രസം. അവസാനം ഈ നമ്മൾ മൂത്രമൊഴിച്ച് കൈയൊക്കെ കഴുകിയിട്ടത് ഉണക്കാൻ വേണ്ടി ഇങ്ങനെ അടിയിലോട്ട്, ഇപ്പോൾ എയർപോർട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ നല്ല ചൂട് കാറ്റ് വന്നിട്ട് കൈയെല്ലാം ഉണക്കി തരും. ഇതെല്ലാം ഉണക്കി കിട്ടി. പിന്നെ നമ്മൾ സോട്ടി ടെറസിൻ്റെ വെളിയിലിറങ്ങി, ഭയങ്കര അതിശയമാണ്. വെളിയിലിറങ്ങി നോക്കുമ്പോഴത്തേക്കും അവിടെ സിഗരറ്റ് വലിക്കാനായിട്ടൊരു പ്രത്യേക ഒരു കൗണ്ടറല്ല, ഒരു ചെറിയ ഒരു സെറ്റപ്പ്. നമ്മുടെ ലണ്ടൻ എവിടുന്ന് ഒരു സിഗരറ്റ് പാക്കറ്റ് നേരത്തെ ഒപ്പിച്ചിട്ടുണ്ട്. പുള്ളി അവിടെ പോയി ഒരു സിഗരറ്റൊക്കെ വലിച്ച് ആയി പോരാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വലിച്ചിട്ട് വന്നു. ഞങ്ങളവിടെ വീണ്ടും ജോയിൻ ചെയ്തു. ഞങ്ങൾ പിന്നെ അതിനകത്തുനിന്ന് അപ്പുറത്തോട്ട് മാറി ഒരു ചെറിയ സ്നാക്സ് കഴിച്ചു. ഒരു 10-40 2 സ്ലോട്ടിയോ കണ്ട് ഓരോരുത്തർക്കും ഇതായി. അതും കഴിച്ച് തിരിച്ചു വന്ന് ഇവിടെ കാർഡ് മേടിച്ച് അവിടെ തൊട്ട് താഴെ ട്യൂബ് സ്റ്റേഷൻ, അതായത് മെട്രോ സ്റ്റേഷനുണ്ട്, അതൊന്ന് കണ്ടാക്കാമെന്ന് കരുതി ഞാനും അവന്മാരും കൂടെ അങ്ങോട്ട് താഴോട്ടിറങ്ങി. അതായത് കുത്തനെ ഒരു എസ്കലേറ്റർ താഴോട്ടിറങ്ങണം. അണ്ടർഗ്രൗണ്ടിലാണ് ഈ പരിപാടി മുഴുവൻ നടത്തി വെച്ചേക്കുക. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പേടിക്കും. പക്ഷേ അവർ പേടിയുടെ ആവശ്യമില്ല. കാരണം എല്ലായിടത്തും ക്യാമറയും കണക്കണ സാധനങ്ങളെല്ലാം വെച്ച് സൂപ്പറായിട്ട് സർവൈലൻസ് ഉള്ള സംഭവമാണ്. നമുക്കൊരു അപകടവും അവിടെ പറ്റത്തില്ല. അപ്പം മെട്രോയ്ക്കകത്ത് കയറുന്നു. ഈ മെട്രോ ഒരു 10-15 കിലോമീറ്ററോ ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു തുമ്പത്തു നിന്ന് മറ്റേ തുമ്പത്ത് വരെ പോകുന്നു. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം മെട്രോയിൽ കയറിയപ്പോൾ നമ്മുടെ കൊതി തീർന്നു. കൊച്ചി മെട്രോയിൽ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല, പക്ഷേ ആ മെട്രോ അടിപൊളിയായിരുന്നു. കൊതി തീർന്നു. അപ്പോൾ നമ്മുടെ പകുതി ചാർജ് ഇതിനകത്ത് ഈടായി കിട്ടി. കാരണം വെച്ചാൽ മെട്രോയിലൊക്കെ അല്ലാതെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഈ പാസ് ഉള്ളതുകൊണ്ട് ഈ പാസിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും 1 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ കൊതി തീർത്തിട്ട് വീണ്ടും മേളിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഭയങ്കര രസം. എവിടുന്നോ ഭയങ്കര ചെണ്ട അടിക്കുന്ന പോലെ ഒരു സൗണ്ട്. പോളണ്ടിൽ അമ്പലമൊന്നുമില്ലല്ലോ. നോക്കിയപ്പോഴത്തേക്കും ഒരുത്തൻ നിന്നുകൊണ്ട് ഒരു തക്കാളിപ്പെട്ടി, ശരിക്കും തക്കാളിപ്പെട്ടി തന്നെ, അതിലിട്ട് 2 കമ്പിട്ടിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇതെന്ത് കേസ് കേട്ട് നോക്കിയപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഭിക്ഷക്കാരിരിക്കത്തില്ലേ, നമ്മുടെ നാട്ടിൽ ചുമ്മാ ഒന്നും അമ്മ അതായോ അപ്പ അതായോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ നീട്ടും. ഇവിടെയുള്ളവന്മാരെല്ലാം എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തിട്ടാണ് കാശ് വയ്ക്കുന്നത്. അതായത് ചിലർക്ക് നന്നായിട്ട് പാടാൻ പറ്റും, അവർ പാട്ട് പാടിയിട്ട് ഫ്രണ്ടിലൊരു തുണി വിരിക്കും. ചിലർക്ക് നന്നായിട്ട് ഗിറ്റാർ വായിക്കാൻ പറ്റും, അവരത് ചെയ്യുന്നു. ചിലർ വയലിൻ വായിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു പൈസ. അതായത് ഭിക്ഷാടനമാണ് ഒരു തരത്തിൽ ഹൈടെക് ഭിക്ഷാടനം, അവരുടെ ഒരു കഴിവ് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഭിക്ഷാടനം. പക്ഷേ ഇവനിതെന്താ, ഈ തക്കാളിപ്പട്ടിക്കകത്ത് ഈ കൊട്ടാനായിട്ട് പ്രത്യേക കഴിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പുറത്ത് നിൽക്കുന്നവന്മാരെല്ലാം 500 1000 ഒക്കെ മേടിക്കുമ്പോൾ ഇവന് ചിലപ്പോൾ 10 പൈസ 20 പൈസ കണക്കിലൊക്കെ പൈസയെ കിട്ടത്തില്ല. ഇവൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെവിയെ തകർത്ത് കളയുമോ. നമുക്ക് ആർക്കാണല്ലോ വേണ്ടൊന്ന് കൈവെക്കാൻ തോന്നും. ചുമ്മാ ഇതുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുമ്മാ ഈ പരിപാടി. പല പ്രാവശ്യം ഞങ്ങൾ പിന്നീട് അതിലേ പോയിട്ടുണ്ട്. അവൻ്റെ ഈ പരിപാടി കാരണം നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അവനിട്ട് 2 ചവിട്ട് കയറി കൊടുത്തിട്ട് പോരാൻ തോന്നും. അവസാനം അവിടുന്ന് ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ അവിടെ ഒരു മ്യൂസിയം എന്തോ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് ഏതായാലും ഇവിടം വരെ വന്നല്ല, മ്യൂസിയത്തിലൂടെ ഒന്ന് കയറിയേക്കാന്ന് കരുതി മ്യൂസിയത്തിൻ്റെ വാതിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് മ്യൂസിയത്തിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം. പൈസ എന്ന് പറഞ്ഞാൽ ഒരു 25-30 സ്ലോട്ടി കൊടുക്കണം. 30 സ്ലോട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് 3 ദിവസത്തിനുള്ള ബിയറിനും ഫുഡിനുമുള്ള പൈസയാണ്. വെറുതെ അത് നഷ്ടപ്പെടുത്തണമല്ലോ. നമ്മുടെ പോക്കറ്റിൽ അധികം പൈസയൊന്നുമില്ല. നമ്മളതിന് ഇടയ്ക്ക് കുറച്ച് യൂറോ ഒക്കെ മാറിയായിരുന്നു. ഈ സ്ലോട്ടിയുടെ അവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ യൂറോ എല്ലാം മാറി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഇവിടെ മ്യൂസിയത്തിൽ കയറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പൈസ കൊടുക്കാനില്ല. ഇതിനകത്തായിട്ട് സെറ്റപ്പ് സംഭവങ്ങളൊക്കെ 2ാം ലോകമായതിന് 1ാം ലോകമായതിന് പോളണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളും കഥകളും. എനിക്ക് തോന്നുന്നത് ചെറിയ പ്ലെയിനുകൾ വരെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മ്യൂസിയം, വാസവ സെൻട്രൽ മ്യൂസിയം എന്ന് പറയുന്നത്. ആ മ്യൂസിയത്തിൽ ഒന്ന് കയറണമെന്ന് വെച്ചിട്ട് പറ്റില്ല. പൈസയൊക്കെ ഇട്ട് ജോലിയൊക്കെ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കയറാം, സമാധാനപരമായിട്ട് കയറാമെന്ന് കരുതി ഞങ്ങൾ അവിടുന്ന് വീണ്ടും നമ്മുടെ ട്രാം സ്റ്റേഷനിൽ വന്നു. അണ്ടർഗ്രൗണ്ടിൽ കൂടെയൊക്കെ എങ്ങാണ്ട് ഒരു 4-5 തവണ എങ്ങാണ്ട് കയറിയപ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ ആ സ്ഥലത്ത് വന്നു. അതുകൊണ്ട് 15 ഏണ്ടല്ല നമ്മൾ കയറി അങ്ങോട്ടേക്ക് പോകേണ്ടത്, നമ്മുടെ ക്രക്കോവ്സ്കിയിലേക്ക്. അവിടെ ഒരു വിധത്തിൽ കയറി ക്രക്കോവ്സ്കി തൊട്ട് മുന്നിലുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചൊരു 400 മീറ്റർ മിച്ച അകത്തേക്ക് നടക്കുമ്പോൾ നമ്മുടെ ലോഫ്റ്റ് ഹൗസിൽ. പക്ഷേ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും മേടിക്കണം. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ കൊണ്ട് 5-5:30 കഴിഞ്ഞ്. അപ്പം
ഭയങ്കര ദുഃഖമുണ്ട്. ലോട്ടറി അടിച്ചില്ല, ഒരു പിണ്ണാക്കം കിട്ടിയില്ല, ഏതായാലും ആപ്പിൾ പെറുക്കി ജീവിക്കേണ്ടി വരും, മേലനങ്ങേണ്ടി വരും, വിയർക്കേണ്ടി വരും എന്നുള്ളൊരു ദുഃഖമൊക്കെ ആയി. ആ കടയിൽ ചെന്നപ്പോഴത്തേക്കും എങ്ങനെയൊക്കെ തോന്നി. അവിടെ കയറി ഞങ്ങൾ 2 കിലോ ചിക്കൻ, എന്തായാലും മുടിയാൻ 2 കിലോ ചിക്കനും എടുത്ത്, ഉരുളക്കിഴങ്ങോ സവോളയൊക്കെ പുള്ളിയുടെ കയ്യിൽ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടായിരുന്നു, കറി മസാല എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് മാത്രം ചിക്കൻ മേടിച്ച്, പിന്നെ ഇറങ്ങാൻ നേരത്തെ ഏതായാലും മുടിയാൻ ഇവിടം വരെയൊക്കെ വന്ന്, എന്നാൽ നമുക്കൊരു 6 ബഗറും കൂടി, നമ്മുടെ റോഗറും കൂടി എടുത്ത് ഞങ്ങൾ അങ്ങ് പോവാം. പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ ചെന്ന് ഒരു 6 മണിയൊക്കെ ആയി. ചെന്ന കാഴ്ച ലോഫ്റ്റ് ഹോസ്റ്റലിൻ്റെ അവിടെ വാതിൽക്ക് തന്നെ നിൽക്കുന്നത് നമ്മുടെ വിക്ടോറിയയും അവളുടെ ലവറും കൂടെ. അവളുടെ ലവറിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു അതികായെന്ന് പറയാം. അവന് ഭയങ്കര ബലമാണ്. അവൻ ഈ അർണോൾഡൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന പോലെ ഇങ്ങനെ ഒരു നിപ്പാണ്. അവൻ്റെ കൈക്കൊക്കെ മസിലൊക്കെ ഭയങ്കര പെരുത്തിരിക്കുന്നത്. അവൻ്റെ ഒരു ഇടി മോന്തക്കിട്ട് കിട്ടി നമ്മുടെ മോന്തയിലെ എല്ലാം പപ്പടാകുന്ന രീതിയിൽ. അതുകൊണ്ട് അവനെ കണ്ടതോടുകൂടി നമുക്ക് ഏതായാലും പറ്റുന്നൊരു ഇതല്ല, നമുക്ക് ബോക്സിംഗ് ഒക്കെ നടത്തി അവൻ്റെ അടുത്ത് ജയിക്കാൻ പറ്റില്ല. നമ്മളേതായാലും ആ കേസങ്ങ് വിട്ട് പതുക്കെ നമ്മുടെ റൂമിലേക്ക് പോയി. മറ്റേ നമ്മുടെ കൊച്ചി ചെറുക്കൻ ചിക്കൻ കഴുകാനായിട്ട് അടുക്കളയിൽ പോയി. ഞാൻ പ്രഷർ കുക്കർ എടുത്തുകൊണ്ട് വന്നു. പക്ഷേ പഴയ പോലത്തെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ വളരെ കൂളായിട്ട് നമ്മൾ കഴുകിയ സവോളയൊക്കെ അരിഞ്ഞ് ഞാൻ കൊടുത്ത്, ഉരുളക്കിഴങ്ങ് കൊടുത്ത്, സാധനമെല്ലാം എടുത്ത്, മസാലയൊക്കെ ആരും കാണാതെ, ലോബിയിൽ ആളില്ലാത്ത, ലോബി കിച്ചനും തൊട്ടടുത്തടുത്ത് അപ്പുറം ഇപ്പുറം കാണാം. ആളില്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് പാചകമൊക്കെ നടത്തി സംഭവം ടേബിളിൽ വിളമ്പുന്ന സമയത്ത് പാകിസ്ഥാനിലെ അണ്ണനെയും കൂടെ ഞങ്ങൾ റൂമിൽ നിന്ന് വന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു. പുള്ളിയും വന്ന് ഞങ്ങളുടെ കൂടി. പുള്ളിക്ക് ഞങ്ങളുടെ ചിക്കൻ്റെ കറി കൊടുക്കുന്നു. പുള്ളിയുടെ മറ്റേ ട്രേഡ് സീക്രട്ടായ പുള്ളിയുടെ ഒരു പച്ചമുളക്, അത് ഉപ്പോ എന്തൊക്കെയോ പുളിയൊക്കെ ഉള്ളൊരു വെള്ളത്തിൽ മുക്കി 3-4 ദിവസം ഇടും. പുള്ളി അത് സ്ഥിരമായിട്ട് ചെയ്യുന്നത്, അത് ഞങ്ങൾക്ക് തന്നു. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഭയങ്കര ഒരു സഹോദര തുല്യനായ ഒരു മനുഷ്യനായി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് പുള്ളി മാറി. നമ്മൾ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നേരെ കാണുമ്പോൾ വെടിവെപ്പും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഇവർ മിക്കവരും വെളിയിൽ വെച്ച് കാണുമ്പോഴത്തേക്കും ബായിയാണ്, നോ പ്രോബ്ലം, ഇപ്പോഴും വളരെ സ്നേഹപൂർവ്വം നമ്മളെ വിളിക്കാറുണ്ട് പുള്ളി. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് ചെല്ലുക. റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ തൊട്ടടുത്തൊരു റൂമിൽ ഭയങ്കര ചിരിയും ബഹളവും. മറ്റേ വിക്ടോറിയ അവളുടെ ബോയ് ഫ്രണ്ടും ആ റൂമിനകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അവർക്ക് ഇറങ്ങേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ റൂം ബുക്ക് ചെയ്യാനായിട്ട് വേറൊരു ഫാമിലി വന്ന്, ആ റൂം അവർക്കൊരു കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ആ റൂം അവർക്ക് കൊടുക്കേണ്ടി വന്നു. ഇവർ വെളിയിലിറങ്ങി, അവർക്ക് മറ്റുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവരെന്നാ ചെയ്ത് ഇപ്പുറത്ത് നമ്മുടെ പുൽത്തകിടിയും സംഭവമൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് മാറി. കുറേ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ 11:30 ഒക്കെ സമയമായി. ഞങ്ങൾ ഈ റോഗർ ഒക്കെ അടിച്ച് വളരെ സ്മൂത്തായി വെളിയിലൊക്കെ ഇരുന്ന് അടിച്ചിട്ടൊക്കെ അകത്ത് കയറി വർത്തമാനമൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ച് എല്ലാം സെറ്റായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ചിരി. ദിവാകരേട്ടാ ചുണ്ണാമ്പുണ്ടോ എന്നൊക്കെ നമ്മൾ പാലച്ചോട്ടി എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചിരിയും ഭയങ്കര ബോളും. ഞാൻ നമ്മുടെ കൊച്ചിയെറുക്കിനൂടെ ഈ ബാൽക്കണിയും ഒന്ന് എത്തി നോക്കി, ഇതെവിടുന്നാ, പോളണ്ടിലൊക്കെ പ്രേതമുണ്ടോ, ദിവാകരേട്ടനും ചുണ്ണാമ്പൊക്കെ ഇവിടെ ഉണ്ടോ? അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. മറ്റേ ഈ നമ്മുടെ ഇതൊക്കെ ഇട്ടിട്ട് അമ്മാനം മാടത്തില്ലേ, നമ്മളെ ഈ നാരങ്ങയൊക്കെ ഇട്ടിട്ട് ഈ ഒരു പ്രത്യേക രീതിയിൽ ഈ നമ്മുടെ വിക്ടോറിയയുടെ ഈ ബോയ് ഫ്രണ്ട് എടുത്തിട്ട് ഇവളെ ഇങ്ങനെ പൊക്കിയിടുന്നു, വീണ്ടും പിടിക്കുന്നു, വീണ്ടും പൊക്കുന്നു, വീണ്ടും പിടിക്കുന്നു. ഇത് തന്നെ പരിപാടി. ഇവളതിനനുസരിച്ച് ചിരിച്ചോണ്ട് ഇരിക്കുക. അതിനിടയ്ക്ക് പോളണ്ടിലെ ചില ആചാരങ്ങൾ കടന്നു വരുന്നുണ്ട്. ആചാരങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്ന് ഭയങ്കര ഇതായി. നോക്കിയപ്പോഴത്തേക്കും ജിന്തോബ്ര അവിടെയും പറയുന്നു, ജിന്തോബ്ര എന്ന് പറയുന്നു. നോക്കിയപ്പോൾ നമ്മുടെ ബോക്സർ മത്തേവൂസ് അവിടെ വന്നിരിക്കുന്നത്. ഇവർ ക്ലൈമാക്സിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ മത്തേവൂസ് ഏതോ ബാറിൽ നിന്ന് കുടിയും കഴിഞ്ഞ് പെണ്ണും പിടിച്ചിട്ട് ഇവരോട് വന്ന് ജിന്തോബ്രയെ പറഞ്ഞു. ജിന്തോബ്രയെ കൊണ്ട് വന്ന് നിർത്തിയില്ല, അവനാ വിക്ടോറിയയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടെ കൊടുത്ത്. മറ്റേ രീതിയിലുള്ളൊരു ഉമ്മയൊന്നുമില്ല. രാവിലെ ഒരു ജിന്തോബ്രയെ പറഞ്ഞു, അവരുടെ രീതിയിലൊരു ആചാരപ്രകാരം നമ്മൾ ക്ഷയിക്കാനും പകരം ഒരു ഉമ്മ കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൻ പോളണ്ടുകാരനും മത്തേവൂസ് പോളണ്ടുകാരനും മറ്റവൻ ഉക്രൈൻകാരനുമാണ്. വിക്ടോറിയാണ് ബെലാറസുകാരിയും. ഈ പോളണ്ടുകാരനും ഉക്രൈൻകാരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഉക്രൈൻകാരൻ പോളണ്ടിൽ വരുമ്പോഴത്തേക്കും അവൻ ബംഗാളിയാണ്, പോളണ്ടുകാരൻ മലയാളിയാണ്. പോളണ്ടുകാരൻ ഇറ്റലിയിലോ ജർമ്മനിയോ ചെല്ലുമ്പോഴത്തേക്കും പോളണ്ടുകാരൻ ബംഗാളിയും ഇറ്റലിക്കാർ മലയാളിയായി മാറും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഇവനെ വേണമെങ്കിൽ ഇടിച്ചിടാം, പക്ഷേ മറ്റേ അവളുടെ ബോയ് ഫ്രണ്ട് അതിനൊന്നും തുനിഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര ഗാങ്സ്റ്ററാണ്, അവന് അണ്ടർഗ്രൗണ്ട് സെറ്റപ്പുകളൊക്കെ ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ കേട്ടേക്കും നമ്മൾ പലപ്പോഴായിട്ട്. ഇവൻ വെളിയിലൊന്നും ഇറങ്ങത്തില്ല, ഇവനെ ബാങ്കിനെ കബളിപ്പിക്കുന്നു, പണപരമായ പ്രശ്നങ്ങൾ, പെണ്ണ്, അങ്ങനെ സകലമാന സെറ്റപ്പും ഉണ്ട്. അപ്പോൾ അവനെ എതിർക്കാതെ എന്നായെന്ന് വെച്ചാൽ ഇവളുടെ ബോയ് ഫ്രണ്ട് വന്നിട്ട് അവനെയും കൂടെ ഇത് കെട്ടിപ്പിടിച്ച് ഓക്കെ അവിടുത്തെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുക. അപ്പം
എൻ്റെയും കൊച്ചിയിറക്കനെ മനസ്സിലായി എവിടെ നിന്ന് കെട്ടിയെടുത്ത് ഇവനെന്നുള്ള രീതിയിൽ അവനെ പ്രാഗി നശിപ്പിക്കുക. ഏതായാലും മുടിയാനായിട്ട് ഞങ്ങൾ വെറുതെ അവിടെ നിന്നും പോയി. ഈ മതേവൂസ് വന്നെല്ലാം കലക്കി, കുളം കലക്കിയതുപോലെ കലക്കിയിട്ട് പോവുകയും ചെയ്ത് ഇവരെല്ലാം അവരുടെ വഴിക്കും പിരിഞ്ഞ്. ഞങ്ങൾ എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ അമേരിക്കക്കാരൻ വെട്ടിയിട്ട ചക്ക പോലെ കടന്ന് കൂർക്കം വലിക്കുന്നുണ്ട്. ഈ കൂർക്കം വലി ഉറക്കവും തന്നെ. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ പുറത്ത് പോകുന്നുമുണ്ട് വരുന്നുമുണ്ട്. അവസാനം ഞങ്ങളും പുതപ്പിനകത്ത് കയറി. അന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ നൈറ്റും അങ്ങനെ അങ്ങ് കഴിയുകയാണ്. പിന്നെ ഞാനിപ്പം 2-3 ചോദ്യങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കളെ 2-3 ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതിനൊരു മറുപടി ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുക. അതായത് ചില സുഹൃത്തുക്കൾ ചോദിച്ചേക്കുന്ന പോളണ്ടിൽ നിന്ന് എടുത്ത് സൈക്കിൾ എങ്ങനെയാണ് ഫ്രാൻസിൽ കൊണ്ടുവെക്കാൻ പറ്റുക? ശരിക്കും വളരെ സ്വാഭാവികമായ ചോദ്യം തന്നെ. ശരിക്കും എന്നാന്ന് വെച്ചാൽ ഈ പോളണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ ഈ സൈക്കിൾ കമ്പനിക്കാർ പലതുണ്ടല്ലോ. അത് ഒരേ കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനി ഇപ്പോൾ ഇവിടുന്ന് എടുത്ത ഈ പോളണ്ടിലെ സെയിം കമ്പനി ജർമ്മനിയിലുണ്ടെങ്കിൽ നമുക്ക് ഈ സൈക്കിൾ കൊണ്ട് ജർമ്മനിക്ക് കൊടുക്കാം, ഇതുകൊണ്ട് ഫ്രാൻസിൽ കൊടുക്കാം. ഈ ഷെങ്കൻ കൺട്രികൾക്കകത്ത് എവിടെ വേണമെങ്കിലും ഇത് കൊടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല. ഷെങ്കൻ എന്ന് പറഞ്ഞാൽ 26 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഒറ്റ വിസയ്ക്കകത്ത് ഇതെല്ലാം കവറാവും. അതുപോലെ തന്നെ കാറുകളും ഇങ്ങനെ നമുക്ക് ഫ്രാൻസിൽ നിന്നെടുത്ത് മറ്റേ ഇറ്റലിയിലോ ജർമ്മനിയിലോ പോവുകയാണെങ്കിൽ അവിടെ ഈ കമ്പനി ഉണ്ടെങ്കിൽ അവിടെ ഏൽപ്പിച്ചാൽ മതി. നമ്മളൊരു സെക്യൂരിറ്റി കൊടുക്കണമെന്ന് മാത്രം. നല്ല കണ്ടീഷനായിട്ടാണ് കാർ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ സെക്യൂരിറ്റി അവർ തിരിച്ചു തരുന്നു. ഡെയിലി കണ്ടൊരു 40 യൂറോയ്ക്ക് അടുത്ത് കണ്ടൊരു ചാർജ് ഈടാക്കും. 40 യൂറോ എന്ന് പറഞ്ഞാൽ 10,3200 രൂപയ്ക്ക് അത് ചാർജ് ഈടാക്കി നമുക്ക് വളരെ ലാവിഷായിട്ട് ഈ കൺട്രികൾക്കകത്തെല്ലാം അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള പിള്ളേരൊക്കെ ഇഷ്ടമാതിരി നമ്മുടെ ഈ ലൈസൻസും ഒക്കെ അവിടെ വാലിഡാണ്. അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം ഒരു സുഹൃത്ത് ചോദിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വിസയെ സംബന്ധിച്ചൊരു കാര്യം. അതായത് ജർമ്മനിയിൽ നിന്ന് നമ്മളിങ്ങോട്ട് വന്നിട്ട് പോളണ്ടിലേക്ക് കയറിയില്ലേ, അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ വിസയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതങ്ങനെ കയറാൻ സാധിക്കുന്നു എന്നാണ് മറ്റൊരു സുഹൃത്ത് ചോദിച്ച ചോദ്യം. അതിനൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കൂട്ടായ്മ കൺട്രികളാണ്. നമ്മൾ കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര ഇതൊക്കെ സംസ്ഥാനങ്ങളല്ലേ. അതുപോലെ ഈ പല പല ഭാഷകൾ, പല പല സംസ്കാരങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അതുപോലെ ഈ യൂറോപ്പ് എന്ന് പറയുന്നത് രാജ്യമായിട്ട് പരിഗണിക്കാമെങ്കിലും ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനം പോലെ ആ ഒരു കണക്കിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇത് ഒറ്റ വിസ. ജർമ്മനിയുടെ വിസ ഉണ്ടെങ്കിൽ ഇറ്റലിക്ക് പോകാം, പോളണ്ടിൽ പോകാം, എവിടെ വേണം പോയി. ഷെങ്കൻ വിസ എന്ന് പറയും. ജർമ്മനി അടിച്ച വിസയ്ക്ക് ജർമ്മൻ വിസ എന്ന് പറയും, ഷെങ്കൻ വിസ എന്ന് പറയും. ഈ ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ ഈ ഷെങ്കൻ കൺട്രിയിൽ എവിടെ വേണം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. മൾട്ടിപ്പിൾ എൻട്രി വിസ ആണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, അവിടെ താമസിക്കാം. പക്ഷേ ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ പോളണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക്, അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് ഇറ്റലിയിലേക്ക് ഇങ്ങനെ ഈ യാത്രകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിസ, ഷെങ്കൻ വിസ വാലിഡ് അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിടിക്കും. ഈ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ചെക്ക് ചെയ്യാം, ചിലപ്പോൾ ചെക്ക് ചെയ്യാതെ വരാം. അപ്പോൾ നമ്മളൊരു 2 പ്രാവശ്യം പോയിട്ട് ചെക്ക് ചെയ്തില്ല, 3ാമത്തെ പ്രാവശ്യമായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ വന്ന് നമ്മുടെ വിസ ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? അവർ നമുക്ക് ഡീപ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ട് സീൽ, അത് വളരെ മോശമായിട്ടൊരു സീലാണ്. പാസ്പോർട്ട് നമ്പർ സഹിതം അവർ ഫീഡാക്കും. ഫീഡാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പാസ്പോർട്ട് കളഞ്ഞിട്ട് വേറൊരു പാസ്പോർട്ട് എടുത്താൽ ഇവരുടെ ഡേറ്റാബേസിൽ കിടക്കുന്നത് നമുക്ക് പിന്നെ യൂറോപ്പിലേക്ക് കടക്കാനായിട്ടേ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തരുത്. വിസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. വിസ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഷെങ്കൻ കൺട്രി ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകാതിരിക്കാൻ കഴിവതും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കിന്നൊരു ടിപ്പ് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിവതും ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കുക, ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഒരു രാജ്യം സന്ദർശിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്കിപ്പം ഈ മലേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യം ഒരു ഹബ്ബാണ്. അതായത് നമുക്ക് ഏഷ്യൻ കൺട്രീസിൽ അത്യാവശ്യം പോകാനുള്ളൊരു ഹബ്ബാണ് മലേഷ്യ. ഇപ്പോൾ ദുബായി പോയി കഴിഞ്ഞാൽ ദുബായ് ഒരു ഹബ്ബാണ്. ദുബായിൽ നിന്ന് നമുക്ക് യൂറോപ്പിലേക്ക് യഥേഷ്ടം പോകാം, റഷ്യ, അതുപോലെ മറ്റു പല രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമൊക്കെ നമുക്ക് ദുബായിൽ നിന്ന് പോകാം. അതുപോലെ മലേഷ്യ ഇതുപോലെ ഹബ്ബാണ്. മലേഷ്യയിൽ നിന്ന് ആസ്ട്രേലിയയിലേക്ക്, ന്യൂസിലാൻഡിലേക്ക്, മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ മലേഷ്യക്ക് മാത്രമൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർ എന്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 10,000-8,000 രൂപ മുടക്കി കഴിഞ്ഞാൽ അടുത്ത രാജ്യത്ത് പോകും. പക്ഷേ നമ്മൾ തിരിച്ചു വന്നിട്ട് പോകുമ്പോൾ ഒരു 10,000-30,000 രൂപ വീണ്ടും ആവും. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഒരു 2-3 കൺട്രീസ് അടുപ്പിച്ച് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കുറച്ചല്ല നല്ല ഏറെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 10-35 രൂപയ്ക്ക് നമുക്ക് എന്താ ചെയ്യാം, ഒരു 3 കൺട്രീസൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അപ്പോൾ മലേഷ്യയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ കംബോഡിയ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു രാജ്യമുണ്ട്. അവിടെ ഒരു 2 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പോകാം. അവിടെ വിസ എടുക്കുകയോ വേണ്ട. അവിടെ ചെന്നതിന് ശേഷം ഒരു 30 അമേരിക്കൻ ഡോളർ കൊടുത്താൽ ഒരു 2,100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ വിസ, ഒരു മാസത്തെ വിസ കിട്ടും. അതുപോലെ ഇന്തോനേഷ്യക്ക് ഫ്രീ വിസയാണ്. അവിടെ മലേഷ്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഒരു മാസത്തെ വിസ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ തായ്ലൻഡിൽ ബാങ്കോക്കിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു 15 ദിവസത്തെ വിസ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ സിംഗപ്പൂരിലെ വിസയും കൂടെ നമ്മൾ മലേഷ്യക്ക് പോകുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ സിംഗപ്പൂരിൽ ബസ്സിൽ കയറി പോകാം.
ഈ സിംഗപ്പൂർ വിസ ഉണ്ടെങ്കിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂരിലെ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ഒരു 10,000-50,000 രൂപ മുടക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു 5,000 രൂപ മുടക്കുക തിരിച്ചു. പിന്നെ ചിലവിനുള്ള ചെറിയ ചാർജാണ്. അതായത് നമ്മൾ ഡോർമെട്രി എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിലൊക്കെ 10,650 രൂപയാണ് ഡോർമെട്രി. ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ 10,350 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു രാജ്യത്ത് സഞ്ചരിക്കാതെ നമ്മളൊരു 2-3 രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യം എടുക്കുന്നുണ്ട്, മലേഷ്യ എടുക്കുന്നുണ്ട്, അതിന് സമീപത്തുള്ള 1-2 രാജ്യങ്ങളൂടെ നിങ്ങൾ സന്ദർശിക്കാനായിട്ട് ഒരു നല്ല സ്റ്റഡി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഗമമായിട്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ ഈ രാജ്യങ്ങളിലൂടെ സന്ദർശിച്ചു വരാം. അപ്പോൾ ഏജൻസ് നിങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല എമൗണ്ട്, ഒരു 3 രാജ്യം സന്ദർശിക്കണമെങ്കിൽ അവന്മാർ ചുരുങ്ങിയ ഒരു 80,000 രൂപ 90,000 രൂപയൊക്കെ മേടിക്കും. അതേസമയത്ത് നിങ്ങൾക്കൊരു 30,000-35,000 രൂപയ്ക്ക് ഈ 2-3 രാജ്യങ്ങൾ സന്ദർശിച്ച് വളരെ ഹാപ്പി ആയിട്ട് പോരാൻ സാധിക്കും. അപ്പം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായാൽ പേജ് ലൈക്ക് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ വിട വാങ്ങുകയാണ്. ദോവിസേന്യ പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, മലേഷ്യയുടെയൊക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഞാനിപ്പോഴും പോളണ്ടിൽ തന്നെയാണ്, അതുകൊണ്ടാണ് ദോവിസേന്യ പറഞ്ഞത്.